ഗോtham സിറ്റിയിലെ ഫേമസ് ബാച്ചിലർ ഈ ക്രിസ്മസും ഒറ്റക്കാണോ? നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഇന്ന് ഗോതം സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനലിനെ ഞങ്ങൾ കീഴ്പ്പെടുത്തി. ജൂലിയൻ ഗ്രിഗറി ഡേ. കമ്മീഷണർ ലോബ് ഇവിടെ. ഗ്രിഗറി ഡേയെ പിടിച്ചത് പോലീസല്ല എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. എല്ലാവരും ശ്രദ്ധിക്കുക, ബാറ്റ്മാൻ എന്നൊരു സാധനമില്ല. അത് മീഡിയക്കാരുണ്ടാക്കിയത് മാത്രമാണ്. സസ്പെക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്തു. ബ്ലാക്ക് മാസ്ക്. ലോബിനെ തടഞ്ഞു വച്ചിരിക്കുകയാണ്. കമ്മീഷണർ ലോബിനെ കാണാനില്ല. സസ്പെക്ട് ബ്ലാക്ക് മാസ്ക് ആണ്. സാർ, ഇത് ക്രിസ്മസ് ഈവ് ആണ്. ഇന്നെങ്കിലും ഇവിടെ നിൽക്കൂ. അടിക്കരുത്, എന്നെ അടിക്കരുത്. നിന്നെ ഞാൻ കൊല്ലും, പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ട് മാത്രം. എന്താണത്? നിന്റെ പുറകിലോട്ട് നോക്കൂ. ആ പോടാ കോപാളി, പുതിയ നമ്പരുമല്ല ഇറക്കുക. എന്തോ അത്? വേണ്ട, ഒന്നും ചെയ്യല്ലേ. പുറകോട്ട് പറയിക്ക്. എൻ്റെ കൈ ഒടിക്കരുത്. ഞാൻ ന്യൂസൊക്കെ കേട്ടിരുന്നു. നീ ശരിക്കും ഉള്ളതാണോ? ആരാണ് ഇവിടെ മുഴുവൻ നശിപ്പിച്ചത്? അതെന്താണെന്ന് എനിക്കറിയില്ല. വളരെ സൈസുള്ളതാണ്. ബ്ലാക്ക് മാസ്ക് ഇവിടെ. അറിയില്ല. കമ്മീഷണർ ലോബിൻ്റെ പുറകെയാണ് പോകുന്നത്. ചിലപ്പോൾ അവനറിയായിരിക്കും. ഫ്ലോറിൻ്റെ ഈ ഏരിയ വീക്കാണ്. എൻ്റെ എക്സ്പ്ലോസീവ് ജെൽ ഉപയോഗിച്ച് എനിക്ക് താഴെ എത്താൻ പറ്റും. അവർ പറയുകയാണ് ക്രൈം ചെയ്താൽ പൈസ കിട്ടില്ലെന്ന്. പക്ഷേ ആ കമ്മീഷണർ കോമാളിയുടെ പോക്കറ്റ് നോക്കും എല്ലാവരും. എല്ലാത്തിൻ്റെയും പോക്കറ്റിൽ മണ്ണാക്കിൽ ഞാൻ പൈസ നിറച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ആൾക്കാരെ തന്നെ എല്ലാം കൂടെ തൂക്കുവാണ്. ഇനി അത് നടക്കില്ല. കുറച്ച് മാറ്റങ്ങൾ അനിവാര്യമാണ്. പെൻഗ്വിനാണ് ഈ സിറ്റിയിലെ വെപ്പൺ ഡീൽസ് എല്ലാം നടത്തുന്നത്. അവനെ കണ്ടുപിടിച്ചാൽ ബ്ലാക്ക് മാസ്കിനെ കിട്ടും. പക്ഷേ പെൻഗ്വിനെ കണ്ടുപിടിക്കാനാണ് പാട്. ആ സാന്താ കോസ്റ്റ്യൂം ഇട്ടവൻ തന്നെ ഇതിലെ മെയിൻ ഹെഡ്. അടിക്കരുത്. നോ നോ. പെൻഗ്വിൻ എവിടെ? എനിക്കറിയില്ല. എവിടാണ് ആ നായ? സത്യമായിട്ടും എനിക്കറിയില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഓർമ്മ പൊട്ടി. പറയടാ നായേ, പെൻഗ്വിനെവിടെ? പറയടാ കറിയപ്പില്ല. വിട്, എന്നെ വിട്, ഞാനെല്ലാം പറയാം. വേണ്ട, എനിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടി. നിനക്ക് ഭ്രാന്താണ്. നീ ഇങ്ങോട്ട് വന്നത് എനിക്കൊരുപാട് സമയം ലാഭിച്ചു ബാറ്റ്മാൻ. നിന്നെ ഞാൻ കൊല്ലും. ഷോക്ക് അടുപ്പിച്ചിട്ട് നിന്റെ ഹെയർട്ട് വർക്കാക്കും.
വീണ്ടും ഞാൻ നിന്നെ കൊല്ലും. റെഡിയാണോ പട്ടികളെ? പെങ്കിനെവിടാണെന്ന് ഏത് പട്ടിക്ക് പറയാൻ പറ്റും? ഇറങ്ങ്, എല്ലാവരും ആ കോമളി അടി. ഞാൻ ചിന്തിക്കുന്നതന്നെയാണോ നീ ചിന്തിക്കുന്നേ? ഉണ്ടായിരുന്ന എല്ലാം പാക്ക് ചെയ്യുമോ മോളെ? പെങ്കിൻ്റെ ആൾക്കാരെ ബാറ്റ്മാൻ ഹാർബറിൽ വെച്ച് അടിച്ചിട്ടെന്നാ ന്യൂസ്. മനുഷ്യനെ പേടിപ്പിക്കാൻ ജോലി. പെങ്കിൻ്റെ അസിസ്റ്റന്റിനെ തൂക്കിയാൽ അവരോട് അറിയാൻ പറ്റുമോ? പെൻഗ്വിൻ ഇതുകൊണ്ട് ഹാപ്പി ആയിരിക്കില്ല. നിനക്ക് പണി തരും. മോനെ, നിനക്ക് ഇവിടെ പ്രവേശനമില്ല. ട്രസ്പാസ് ചെയ്യുന്നവർക്ക് എന്താ കാണിച്ചു തരാം. നിന്റെ അച്ഛനോട് എന്താണോ പറയാൻ പോകുന്നത്? ഞങ്ങൾ വെപ്പൺ ബിസിനസ് ചെയ്തതും മാറുകയാണെന്ന് ഞാൻ പറയാം. എന്നെ വിശ്വസിക്ക്, ഞാൻ അങ്ങനെ കൊണ്ട് ജയിപ്പിക്കും. നല്ല സുഖം, നല്ല സുഖം. വന്നോ അവനെ തല്ലിക്കൊല്ലേ. ബ്ലാക്ക് മാസ്ക് എൻ്റെ തലയ്ക്ക് വില പറഞ്ഞിരിക്കുകയാണോ? എവിടെയാണവൻ? ഇരിക്കാമെന്ന് അറിയില്ല. നീറ്റ് സിറ്റിയിൽ എത്ര ഫേമസ് ആളൊന്നും അല്ല. കണ്ടിട്ട് ഈ ഗെയിം തുടങ്ങുന്നതിന് മുമ്പേ തീർന്നെന്ന് തോന്നല്ലോ. ഞാനിവിടെ ഗെയിം കളിക്കാൻ വന്നതല്ല, സ്ലൈഡ്. ബ്ലാക്ക് മാസ്കിനെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുമെന്ന് പറയൂ. നിന്റെ മെത്തേഡ്സൊക്കെ കൊള്ളാം, പക്ഷേ അത്ര പോരാ. സ്ലൈഡ് എല്ലാം കഴിഞ്ഞു, മതിയാക്കുക. നീ എന്താണ് ശരിക്കും? ബാറ്റ്മാൻ, നിന്റെ ദേഷ്യമല്ല അവൻ്റെ മുണ്ടേ തീർക്ക്. ഞങ്ങൾ പോവാണ്. പെൻഗ്വിനെ എനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാനുണ്ട്. നിനക്ക് പറഞ്ഞത് കൂട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലടാ നായേ. നീയായിരുന്നോ ഈ മിഷനൊക്കെ പ്ലാൻ ചെയ്തത്? അസാസിൻസിനെ ഹയർ ചെയ്തതും സിയോണിയുടെ മിഷൻ? നോ, അതെൻ്റെ മിഷനാണ്. അല്ലേ ബോയ്സ്? ഞാൻ വന്നില്ലേ, ഇനി ഇവളെ വെറുതെ വിട്.
എന്നെ ഇതിൽ നിന്ന് അഴിച്ചുവിട്. പറ ജോക്കർ അവിടെ. ഓടാ പൊട്ടി. റോങ് ആൻസർ. ഒമ്പത് റിപ്സൂടെ ബ്രേക്ക് ചെയ്യാൻ പറ്റും എനിക്ക്. ജോക്കറിനെ കൊല്ല ചെയ്തു. അവനെ ഞാൻ കൊല്ലും. നിനക്ക് വിട്ടുതരില്ല. നിന്റെ പേസ് മേക്കർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 200 ബീറ്റ്സ് 1 മിനിറ്റിൽ കാണിച്ചു തരാം. കോപ്പർ ഹെഡ്. കൊല്ലവനെ എത്ര രൂപ വേണമെങ്കിലും തരാം. നീ പല്ല് കൊഴിഞ്ഞ സിംഹമാണ്. ജോക്കർ നിന്റെ സ്ഥാനം കയ്യേറി. വിഷം. നീ മരിച്ചു കഴിഞ്ഞു. നീ ഉടനെ അതറിയും. സാർ വിഷത്തിന്റെ ആന്റിഡോട്ട് വിട്ടിട്ടുണ്ട്. എന്റെ വിഷം ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട്. നീ ഉടനെ മരിക്കും. ജോക്കർ എവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു താരം. പറയൂ. ജോക്കർ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. എല്ലാരും അവിടെ ഉണ്ട്. താങ്ക്സ്. ഇത് ഞാൻ മറക്കില്ല. ഞാൻ ജോക്കറിന്റെ പുറകെ പോവുകയാണ്. മാസ്റ്റർ ബോസ് തിരിച്ചു വരൂ. നിനക്ക് മെഡിക്കൽ ആൽഫ്രഡ് ഇപ്പം വേണ്ട. എക്സിക്യൂഷറിൻ്റെ ഗ്ലൗസ്, അതിൽ നിന്നുള്ള സിഗ്നൽസ് വെച്ചിട്ട് എനിക്ക് അവരെ ട്രേസ് ചെയ്യാം. കൂട്ടുകാരെ, അസാസിൻസ്, നമ്മുടെ ഇതുവരെയുള്ള പെർഫോമൻസിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ബാറ്റ്മാനെ ഒരു പോറൽ ഏൽപ്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിച്ചില്ല. തുലിഞ്ഞ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാ കോമാളി? എൻ്റെ കയ്യിലാണ് പണമുള്ളത്, കൂടെ ഗണ്ണും. നിന്നെയൊക്കെ വിലക്കെടുത്തത് ബാറ്റ്മാനെ കൊല്ലാനാ. മുൻതാ പോയി അവനെ കൊല്ലുക. മീറ്റിംഗ് കഴിഞ്ഞു. എല്ലാവരും ഇറങ്ങുക. ബാറ്റ്മാനെ കൊല്ലുക. എന്താടാ തടിയാ, പോന്നില്ലേ? ഇല്ല, അവൻ നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. കൊള്ളാം, കൃത്യസമയത്ത് തന്നെ വന്നു. ഇവനെ ഞാൻ തീർക്കും കോമാളി. മറന്നുപോയോ? നീ എനിക്ക് വാക്ക് തന്ന. 1 മിനിറ്റ് ഉണ്ട് നിനക്ക്. ക്രിസ്മസ് അല്ലേ, നമുക്കൊരു പടക്കം പൊട്ടിക്കട്ടെ. എത്ര പേരെ കൊന്നടാ പട്ടി. ആ കൺസ്ട്രക്ഷൻ സൈറ്റ് എൻ്റെ വ്യൂ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അതിലും വലിയൊരു പടക്കം ഞാൻ കാണിച്ചു തരാം. ഒത്തിരിയായി ഞാൻ ഈ ദേഷ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. I will find peace. Let us see what you can do. മാസ്റ്റർ ബ്രൂസ്, അവൻ നിന്നെ കൊല്ലും.
നിനക്ക് അവനെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എനിക്കിത് കണ്ടോണ്ട്. ആൽഫ്രഡ്, വെയിറ്റ്. ഇന്നത്തോടെ ഇത് ഞാൻ തീർക്കും. നിന്റെ സമയം തീർന്നു. ആഹാ, പാർട്ടി തുടങ്ങിയല്ലോ. നമ്മൾ വീണ്ടും കാണും. നീ അവിടെ പോവാ, അവിടെ നിൽക്കുക. എന്തിനാണ് നീ എന്നെ രക്ഷിച്ചത്? ഞാൻ നിന്നെ എപ്പോഴും കൊല്ലാൻ നോക്കുന്നതല്ലേ. അനങ്ങരുതോ. എല്ലാം അവസാനിച്ചില്ലേ? ജോക്കർ ഇപ്പോൾ ജയിലിലാണ്. ഇനിയെങ്കിലും ഈ ക്രിസ്മസിന് റെസ്റ്റ് എടുക്കുക. ബെയിൻ ഇപ്പോഴുണ്ട്. ഞാൻ വെച്ച ട്രാക്കർ വെച്ച് അവനെ കണ്ടുപിടിക്കണം. സാർ, എന്തെങ്കിലും കഴിക്കൂ. ആൽഫ്രഡ് പോലീസിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ബെയിൻ ഇപ്പോൾ കസ്റ്റഡിയിലായനെ. ബ്രൂസ്, നിന്റെ പേരൻസിന് ഞാനൊരു വാക്ക് കൊടുത്തു. ആൽഫ്രഡ്, വേണ്ട. മാസ്റ്റർ ബ്രൂസ്, അവിടെ നിൽക്കാൻ പറഞ്ഞേക്ക്. എന്താ? ഇനി അങ്ങനെ നിന്നെ വിടാൻ പറ്റത്തില്ല. അവിടെ അസാസിൻസൊക്കെ നിന്നെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നീ ഒരു വിജിലാൻറ്റി അല്ല, നീ ഒരു ചെറുപ്പക്കാരനാണ്. കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണവും ദേഷ്യവുമുള്ള. നിന്റെ അവസാനം കാണാൻ എനിക്ക് പറ്റത്തില്ല. ആൽഫ്രഡ്, നീ ഇപ്പോഴും ഷൂ പോളിഷ് ചെയ്ത് തരുന്ന കൈ കൊണ്ട് നടക്കുന്ന കൊച്ചിർക്കനെയാണ് കാണുന്നത്. നീ ഇവിടെ ഇരിക്കുമ്പോൾ ഞാനെന്നും രാത്രി സ്ട്രീറ്റിലാണ്. ഒരു കള്ളനോ കൊലപാതകയോ രാത്രി ഇറങ്ങി നടക്കാൻ പേടിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണമാണ്. അവരെന്തിനാണ് അസാസിൻസിനെ ഹയർ ചെയ്തത്? നേരം വെളുക്കുമ്പോഴാണ് ക്രിമിനൽസിന് ഒരു സമാധാനം ഉണ്ടാവുന്നത്. അതിനും കാരണം ഞാനാണ്. ആൽഫ്രഡ്, ഇതൊന്നും എൻ്റെ ചിന്തയിലില്ലാത്ത കാര്യങ്ങളാണ്. നീ എന്നെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കണ്ട. ഇന്നെന്തായാലും എൻ്റെ അവസാനമായിരിക്കത്തില്ല, അവരുടെ അവസാനമായിരിക്കും. വവ്വാലിവിടെ വന്നിട്ടുണ്ട്. ഈ പാലത്തിൽ ഏതെങ്കിലും പന്നി കാല് കുത്തിയാൽ അപ്പം തന്നെ എല്ലാ ബോംബും പൊട്ടിച്ചേക്കണം. Stop him before he sends his men into a trap. Dispatch, this is Marine 4. Where's the tactical command post? We're supposed to report the court. TCP is inside the center pillar at the base of the bridge. CR9, നിങ്ങൾ പൊസിഷനിലാണോ? ഗോർഡൻ, നിങ്ങളുടെ ആളുകളെ അങ്ങോട്ട് വിടരുത്. ബ്രിഡ്ജ് ഫുൾ എക്സ്പ്ലോസീവ്സ് ആണ്. എണ്ണീക്കടാ, കാണിക്ക് നിന്റെ രൂപം. ഗോർഡൻ ഞങ്ങളോടുണ്ട്. നിന്റെ ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അരുത്, അവരെ തിരിച്ചു വിളി. ആ ബോംബുകൾ പൊട്ടിച്ചാൽ അവിടെ എത്ര പേര് കാണുമെന്ന് അറിയാൻ പറ്റില്ല. നിന്റെ തലയ്ക്ക് പറഞ്ഞിരിക്കുന്ന പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. നീ ഇതിൽ നിന്നും മാറി നിൽക്കുക. എങ്ങനെയാണ് നിനക്ക് മരിക്കേണ്ടത്? പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ ആയാലോ? അല്ലെങ്കിൽ പതുക്കെ തീ കൊണ്ട് കത്തിക്കാം. ജോക്കർ ഇപ്പോൾ ജയിലിനുള്ളിലാണ്. ഇനി ബൗണ്ടിയും പൈസയും ഒന്നുമില്ല. നീ കീഴടക്കണം. Your choice. ബാറ്റ്മാൻ, എന്നോട് ദേഷ്യം തോന്നരുത്. എനിക്ക് നിന്റെ മുഖം കത്തിക്കണം, അത്രേ ഉള്ളൂ. ഇത് പൊളിക്കും മോനെ. നീ എന്താണ് ചെയ്യുന്നത്? നീ ഒരിക്കലും വിട്ടുകൊടുക്കില്ല അല്ലേ? ആ ബ്രിഡ്ജ് ശ്രദ്ധിക്കുക.
ഇനിയും പുതിയ ജോലി അന്വേഷിച്ചോ? ഗോർഡൻ അവൻ പറഞ്ഞോട്ട് തന്നെ ചെയ്തു. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. കുറ്റവാളികളിൽ നിന്നും ഞാൻ കേൾക്കാറില്ല, ഞാൻ പോലീസിൽ നിന്നും. എനിക്ക് അവസാന ബോംബും കൂടെ ഡിഫ്യൂസ് ചെയ്യായിരുന്നു നീ സഹായിച്ചിരുന്നു. അതെ, നിനക്ക് ആക്സസ് തരായിരുന്നു, പക്ഷേ മണ്ടത്തരായിപ്പോയി. ബാറ്റ്മാൻ വീട്ടിൽ വരൂ, എന്നിട്ട് അവളുണ്ടായിരുന്നവരോടെല്ലാം ബായ് പറയൂ, എന്നിട്ട് നമുക്കൊന്ന് മുട്ടാം. പുള്ളിക്ക് അവസാനമായിട്ട് സംസാരിക്കാൻ ഞാൻ കുറച്ച് ജീവൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എന്നാൽ ആൽഫ്രഡ്. Alfred! റോസ്, നീ ചുമക്കുന്ന ഭാരങ്ങളിൽ എന്നെ കൂടെ ആക്കരുത്. No! Suspect identified as the Joker. ആൽഫ്രഡ്, നീ ഓക്കെയാണ്? റോസ്, ഞാൻ നിന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ അവർക്ക് നിന്നെ വേണം. എനിക്ക് ഗോതം ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല, എനിക്കെൻ്റെ വീട് പോലും ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ്റെ മുഴുവൻ ശക്തി തലച്ചോറിലും മസിലിലും അല്ല, അവൻ്റെ കൂടെ നിൽക്കുന്നവരിൽ കൂടെയാണ്. Again, we have lost Blackgate. Captain Gordon is calling on anyone for assistance. അവർക്ക് നിന്നെ വേണം, അല്ല അവർക്ക് നമ്മളെ വേണം. അപ്പോൾ തുടങ്ങാം. ഓക്കെ. നമ്മുടെ കൂട്ടുകാരൻ ബെയിൻ്റെ ഇരിക്കുന്നതാണ് മോണിറ്റർ, ഹാർട്ട് മോണിറ്റർ. ഓരോ ഇടിയും ആ ബാറ്ററി ചാർജ് ആക്കും. ആ ഇലക്ട്രിക് ചെയറാണ് അത് ചാർജ് ചെയ്യുന്നത്. എന്നിട്ട് ഫുൾ ഇത് ചാർജ് ആകുമ്പോൾ ഇങ്ങനെ തലയിലോട്ട് വെക്കുക, എന്നിട്ട് ചത്ത്. നമ്മൾ 3 പേരിലൊരുത്തനെ ചാവും. ഒന്നെങ്കിൽ നീ, ഞാൻ, അല്ലെങ്കിൽ ഈ കോമാളി. സൂക്ഷിച്ച് 2000 വോൾട്ടാണ്. ഇങ്ങോട്ട് വാടാ കൊമേഡിയ, നിന്നെ നീ ഞാൻ തട്ടും. അവസാനം നീ മരിക്കാൻ പോകുന്നു സമാധാനത്തോടെ. ഞാൻ സമാധാനത്തിന് നോക്കുമല്ല. അവനത് ചെയ്യും, അവനത് കംപ്ലീറ്റ് ചെയ്യും. It's over, Joker. Let Captain Gordon go. Yeah. Put the gun down, freak. Gordon! Thank God you had your vest on. I need your help to stop the Joker. Our help? You're the so-called vigilante. Or is one kill enough for you tonight? Bane's in cardiopulmonary arrest. I have only minutes to resuscitate him before it's too late. You mean you didn't? That's not how I do things. Now go. Come on. You leave me no choice. ആൽഫ്രഡ്, ബെയിൻ്റെ ലാബിൽ വെച്ച് കണ്ടുപിടിച്ച കോമ്പൗണ്ടിനെ പറ്റി നിനക്കെന്തറിയാം? മാസ്റ്റർ ബ്രൂസ്, 10 മിനിറ്റിനുള്ളിൽ ബെയിൻ അവൻ്റെ ഫുൾ പൊട്ടൻഷ്യലെത്തും. അതിന് മുന്നേ നിങ്ങൾക്ക് അവനെ കൊല്ലണം. അവന് വെറും ഒരൊറ്റ ഹിറ്റ് കൊണ്ട് നിന്നെ കൊല്ലാൻ പറ്റും.
ഓ എന്തൊരു രാത്രിയായിരുന്നു. ബാറ്റ് ചാതിക്കിടു രാത്രി. ഒരുത്തരെ തട്ടിയിട്ട് മതിയായില്ല, ബാക്കിയുള്ളവരെ കൂടെ തട്ടാൻ വന്നാണോടാ. ബെയിൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അത് തമാശയല്ല. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല ബാറ്റ്മാൻ. നിന്നെപ്പറ്റി നിനക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ തലയ്ക്കകത്ത് മുഴുവൻ മസിൽ മാത്രമല്ലേ ഉള്ളൂ. നിർത്തിക്കോ, നീ തോറ്റു. ഞങ്ങളായിരുന്നെങ്കിൽ അവനെ കൊന്നേനെ. ഈ സിറ്റി അതിലും നല്ല ആൾക്കാരെ അർഹിക്കുന്നുണ്ട്. എൻ്റെ മോള് വിചാരിക്കുന്ന നീ ഒരു ഹീറോ ആണെന്നാണ്. പക്ഷേ നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യണം. ഗോർഡൻ, അപ്ഡേറ്റ് പറയൂ. ജോക്കറിനെ എങ്ങനെയാണ് കിട്ടിയത്? എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തു.